ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തിരികത്തുകാവ് ഭഗവതിക്ക് ദേവസ്വം താലപ്പൊലി ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഇതോടെ ക്ഷേത്രത്തിൽ 53 ദിവസമായി നടന്നുവന്നിരുന്ന കളംപാട്ടിന് സമാപനമായി. നിർമ്മാല്യ ദർശനത്തോടെയാണ് താലപ്പൊലി ചടങ്ങുകൾ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 11 മണിയോടെ പൂജകൾ പൂർത്തിയാക്കി നടയടച്ച ശേഷം ഭഗവതിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് നടന്നു. കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കുനിശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടി. തിരിച്ചെഴുന്നള്ളിപ്പിന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണ്യത്തിൽ മേളം അകമ്പടിയായി. എഴുന്നള്ളിപ്പ് കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിലെത്തിയപ്പോൾ കോമരം സുരേന്ദ്രൻ നായർ ഭഗവതിയുടെ വാളും ചിലമ്പുമായി ഉറഞ്ഞുതുള്ളി പറ സ്വീകരിച്ചു. ഭക്തർ വഴിപാടായി സമർപ്പിച്ച 100-ലേറെ പറകളാണ് ചടങ്ങിനായി ഒരുക്കിയിരുന്നത്. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ കുളം പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതിയെ കെട്ടിലിറക്കി എഴുന്നള്ളിച്ചു. രാത്രിയിലും വിശേഷാൽ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, കെ എസ് ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. താലപ്പൊലിയോടനുബന്ധിച്ച് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി.